ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം തുടർച്ച. അംഗദനെ കാത്തുരക്ഷിച്ചു കൊള്ളാമെന്ന രാമൻ ബാലിക്ക് വാക്കുകൊടുത്തു. ഭർത്താവ് യുദ്ധത്തിൽ പരാജിതനായ വാർത്തയറിഞ്ഞ് താര സ്വപുത്രനോടൊപ്പം നഗരദ്വാരത്തിങ്കലേക്ക് ഓടിവന്നു. കൂടെ വന്ന മന്ത്രിമാർ രാമനെ കണ്ടതും ഭയന്ന് തിരിഞ്ഞോടി. താര അവരെ വിലക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ താരയ്ക്ക് ഇപ്രകാരം ഉപദേശം നൽകി: ബാലിയെ കാണുവാൻ ഇപ്പോൾ പോകേണ്ട. ഭവതിയുടെ പുത്രനെ കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട കിഷ്കിന്ധയ്ക്കുള്ളിൽ വച്ച് സംരക്ഷിക്കുക. അനന്തരം അദ്ദേഹത്തെ രാജാവായി വാഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വേഗം ചെയ്യുക. താര മറുപടി നൽകി: എനിക്ക് രാജപദവിയിൽ തെല്ലും മോഹമില്ല. ഈ സാമ്രാജ്യവും സർവ്വ ഐശ്വര്യങ്ങളും ഭർത്താവ് നഷ്ടപ്പെടുമെങ്കിൽ എനിക്കെന്തിനാണ്? ദയനീയമായി രോദനം ചെയ്തും മാറത്തടിച്ചും അതീവ ഖിന്നയായ താര ബാലി വീണു കിടക്കുന്നിടത്തെത്തി. ആസന്ന മരണനായി കിടക്കുന്ന ഭർത്താവിനെ ആലിംഗനം ചെയ്ത് താര നെഞ്ചുപൊട്ടി നിലവിളിച്ചു. ബാലിയുടെ മറ്റു ഭാര്യമാരും അവിടെ വന്ന് നോക്കി നിന്നു. ഭർത്താവിനെ അകമ്പടി സേവിക്കുക എന്ന ഒരൊറ്റ ആഗ്രഹമേ താരയ്ക്കുണ്ടായിരുന്നുള്ളൂ. മരണം വരെ ഉപവസിക്കുക എന്ന തീരുമാനം കൈക്കൊണ്ട് താര ഭർത്തൃ സമീപത്ത് ആസനസ്ഥയായി. ഹനുമാൻ അപേക്ഷിച്ചു: അല്ലയോ റാണി, ദയവു ചെയ്ത് എഴുന്നേൽക്കുക. ഭവതിയുടെ ദുഃഖം ഭവതിയെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനിടയാക്കരുത്. ഭർത്താവിൻ്റെ സംസ്കാരക്രിയകൾ അനുഷ്ഠിച്ച ശേഷം സിംഹാസനസ്ഥനായ അംഗദനെ സംരക്ഷിക്കേണ്ടത് ഭവതിയാണ്. പക്ഷേ താര ഒട്ടും വഴങ്ങിയില്ല. അംഗദന്റെ പട്ടാഭിഷേകം തീരുമാനിക്കേണ്ടത് സുഗ്രീവനാണ്. എൻ്റെ ഭർത്താവിനെ പിന്തുടരുക എന്ന ഏക ലക്ഷ്യമേ എനിക്കിപ്പോൾ ഉള്ളൂ. ബാലി സുഗ്രീവനോട് പറഞ്ഞു: സുഗ്രീവ, എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഞാൻ നിന്നോട് മാപ്പു ചോദിക്കുന്നു. സാമ്രാജ്യം ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ പുത്രനെ കാത്തുകൊള്ളുക. അവൻ എന്നും നിന്നോട് വിശ്വസ്തത പുലർത്തും. ഇത്രയും ഉരിയാടിയ ശേഷം ബാലി തൻ്റെ ഗളത്തിൽ അണിഞ്ഞിരുന്നതും ദേവേന്ദ്രനാൽ സമ്മാനിക്കപ്പെട്ടതുമായ ദിവ്യമായ സ്വർണഹാരം സുഗ്രീവന് നൽകി. എന്നിട്ട് പുത്രൻ അംഗദനെ നോക്കി ഉപദേശിച്ചു: എനിക്ക് പോകുവാൻ സമയമെടുത്തു. ഇനിമേൽ നീ എല്ലായ്പ്പോഴും സുഗ്രീവനെ അനുസരിക്കുക വേണം. നല്ലപോലെ ചിന്തിച്ച ശേഷം മാത്രം കർമ്മം ചെയ്യുക. സുഖദുഃഖാനുഭവങ്ങളെ സമഭാവേന സ്വീകരിക്കുക. അതിരുകവിഞ്ഞ ഇഷ്ടവും അനിഷ്ടവും ദൂരീകരിക്കുക. ഇല്ല എന്നാകിൽ ഇവ രണ്ടും നമ്മുടെ അധപ്പതനത്തിന് ഹേതുവായിത്തീരും. ഇത്രയും പറഞ്ഞ ശേഷം രാമബാണത്താൽ ദുസ്സഹമായ വേദന അനുഭവിച്ചിരുന്ന ബാലി ജീവൻ വെടിഞ്ഞു. സന്താപഭാരത്താൽ ഭർത്താവിനെ ആശ്ലേഷിച്ചു കിടന്ന് താര ഉച്ചത്തിൽ വിലപിച്ചു. നീലൻ വന്ന് ബാലിയുടെ വക്ഷസിൽ തറച്ചു നിന്നിരുന്ന രാമബാണം ഊരിയെടുത്തു. താര അംഗദനോട് പറഞ്ഞു: അച്ഛൻ്റെ പാദത്തിൽ നമസ്കരിക്കുക. അതനുസരിക്കവേ രാജകുമാരൻ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. താരയുടെ തീവ്രവേദന കണ്ട സുഗ്രീവനും വിരക്തി പൂണ്ടു. ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ സുഗ്രീവൻ രാമനോട് പറഞ്ഞു: അല്ലയോ രാമ, എൻ്റെ ആഗ്രഹ പ്രാപ്തിക്കായി എനിക്ക് കിട്ടുമെന്ന് ഞാൻ മോഹിച്ചതിൻ്റെ തികച്ചും വിപരീത ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആഹ്ലാദമല്ല, അറപ്പാണ് തോന്നുന്നത്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ ജീവിതം തന്നെ അർത്ഥശൂന്യമായി തീർന്നിരിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരമായി അഗ്നിയിൽ ചാടി ആത്മത്യാഗം ചെയ്യുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പ്രിയരാമ, ഇവിടെയുള്ള മറ്റു വാനരശ്രേഷ്ഠന്മാർ പ്രിയതമയെ കണ്ടുപിടിച്ചു തരുവാൻ അങ്ങയെ സഹായിക്കും. ഇതുകേട്ട് അസന്തുഷ്ടനായ രാമൻ്റെ മിഴികൾ നിറഞ്ഞു. അന്നേരം താര രാമനെ സമീപിച്ച് ഇപ്രകാരം യാചിച്ചു: സ്വർഗത്തിലാണ് അദ്ദേഹമെങ്കിൽ പോലും ഞാൻ കൂടെയില്ലാത്ത ജീവിതം എൻ്റെ ഭർത്താവിന് തീർത്തും ദുസ്സഹമായിരിക്കും. അതിനാൽ കാരുണ്യപൂർവ്വം എന്നെയും വധിക്കുക. ഞാൻ വേഗം പോയി അദ്ദേഹത്തിൻ്റെ അരികിൽ ചേരട്ടെ. അല്ലയോ രാമ, സ്ത്രീഹത്യ പാപമാണെന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ എന്നെ ബാലിയായി തന്നെ സങ്കല്പിക്കുക. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വിഭിന്നയല്ല. രാമൻ താരയെ പലതും ചൊല്ലി ആശ്വസിപ്പിച്ചു. എന്നിട്ട് സുഗ്രീവനു നേരെ തിരിഞ്ഞു പറഞ്ഞു: അങ്ങ് സഹോദരനെ ഓർത്ത് ഇതേവരെ ചൊരിഞ്ഞ കണ്ണുനീർ തന്നെ ധാരാളമാണ്.
ഇനി ഉത്തരവാദപരമായി പെരുമാറുകയാണ് വേണ്ടത്. ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് അനശ്വരമായ കാലമാണ്. കാലത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവികൾ ജനിക്കുന്നു, മരിക്കുന്നു. പരമോന്നതനായ ഭഗവാന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കാലത്തിന് സ്വയം അതിക്രമിക്കുവാനോ ദൈവനിശ്ചയമായുള്ള പാതയിൽ നിന്ന് വ്യതിചലിക്കുവാനോ കഴിയുകയില്ല. കാലത്തിൻ്റെ വിധിയനുസരിച്ച് മാത്രമാണ് ലോകത്ത് സർവവും പ്രവർത്തിക്കുന്നത്. അപ്രതിരോധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആരും വിലപിക്കുവാൻ പാടില്ല. ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് സുഗ്രീവൻ ക്രമേണ ശാന്തചിത്തനായി. ലക്ഷ്മണന്റെ സഹായത്തോടെ ബാലിയുടെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങി. കിഷ്കിന്ധയിൽ നിന്നൊരു പല്ലക്ക് താരയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നു. സുഗ്രീവനും അംഗദനും ചേർന്ന് ബാലിയുടെ ശവശരീരം അതിൽ കിടത്തി. എന്നിട്ട് ഒരു ജാഥയായി അവർ അടുത്തുള്ള പർവ്വതത്തിലെ പുഴയോരത്ത് നടന്നെത്തി. ദഹിപ്പിക്കുവാനുള്ള ചിത ഒരുങ്ങിയപ്പോൾ താര ഭർത്താവിൻ്റെ ശിരസ് തൻ്റെ മടിയിലെടുത്തു വച്ച് ദീനദീനം വിലപിക്കുവാൻ തുടങ്ങി. കണ്ടു നിന്നവരെയെല്ലാം ഈ കാഴ്ച വേദനിപ്പിച്ചു. ഒടുക്കം മറ്റ് വാനര സ്ത്രീകൾ മുന്നോട്ട് വന്ന് താരയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതിനുശേഷം മാത്രമാണ് സുഗ്രീവനും അംഗദനും ബാലിയുടെ മൃതദേഹം ചിതയിലേക്ക് എടുത്തു വയ്ക്കുവാൻ കഴിഞ്ഞത്. ദഹനം പൂർണ്ണമായപ്പോൾ തുംഗഭദ്രാനദിയിൽ നിന്നുള്ള ജലം കൊണ്ട് വാനരശ്രേഷ്ഠനായ ബാലിയുടെ ആത്മശാന്തിക്കായി കൊണ്ട് തർപ്പണവും ചെയ്തു. ഹനുമാൻ രാമനോട് കിഷ്കിന്ധയിലേക്ക് വന്ന് സുഗ്രീവന്റെ കിരീടധാരണം നടത്തിക്കൊടുക്കുവാൻ അപേക്ഷിച്ചു. പക്ഷേ രാമനത് നിരസിച്ചു. എൻ്റെ വനവാസ പ്രകൃതി അനുസരിച്ച് ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ ഒന്നും ഞാൻ പാർക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ താങ്കൾ തന്നെ കിരീടധാരണ ചടങ്ങ് നിർവഹിക്കണം. ഉടൻ തന്നെ അംഗദനെ പിൻഗാമിയായി വാഴിക്കുന്ന ചടങ്ങും നടത്തണം. ശ്രാവണമാസം മഴയുമായി വന്നെത്തുകയായി. സീതയെ തേടി നടക്കുവാൻ മഴക്കാലം ഒട്ടും ഗുണകരമായിരിക്കുകയില്ല. നിങ്ങൾ വാനര നായകന്മാർക്കെല്ലാം 4 മാസക്കാലം കിഷ്കിന്ധയിൽ സന്തോഷമായി ജീവിക്കാം. അക്കാലം മുഴുവൻ ഞാനും ലക്ഷ്മണനും പർവ്വതത്തിലെ ഏതെങ്കിലും വിശാലമായ ഗുഹയിൽ വസിക്കാം. വൃശ്ചികമാസം ആരംഭിക്കുമ്പോൾ നമുക്ക് രാവണന്റെ സാമ്രാജ്യം അന്വേഷിച്ചുള്ള ദീർഘയാത്ര തുടങ്ങാം. സുഗ്രീവൻ കിഷ്കിന്ധയിൽ പ്രവേശിച്ചപ്പോൾ പൗരന്മാരേവരും ഹാർദമായ സ്വീകരണം നൽകി. കിരീടധാരണ വേളയിൽ വാനര നായകന്മാരായ മൈന്ദൻ, ദ്വിവിധൻ, ഹനുമാൻ തുടങ്ങിയവരും കരടികളുടെ മന്നവനായ ജാംബവാനും ചേർന്ന് അഭിഷേകം നടത്തി. സുഗ്രീവന് തൻ്റെ പത്നിയായ രുമയെ തിരിച്ചു കിട്ടി. അദ്ദേഹം അംഗദനെ അനന്തരാവകാശിയായി വാഴിക്കുകയും ചെയ്തു. 4 മാസക്കാലം പ്രശ്രവണ പർവ്വതത്തിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ രാമലക്ഷ്മണന്മാർ വസിച്ചു. സീതാവിരഹത്താൽ അതീവ ദുഃഖിതനായിരുന്ന രാമന് ആ പർവ്വത പ്രദേശത്തിലെ അതിമനോഹര ദൃശ്യങ്ങൾ യാതൊരുവിധ സൗഖ്യവും നൽകിയില്ല. അവിരാമം കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നതിനാൽ നിദ്രയും അദ്ദേഹത്തിൻ്റെ മിഴികളെ അനുഗ്രഹിച്ചില്ല. ഒരു നാൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, 8 മാസക്കാലം ആഴിയിൽ നിന്ന് നീരാവിയാക്കി മാറ്റിയെടുത്ത ജലത്തെ ആകാശം ഇപ്പോൾ ഘോരവർഷമായി തിരിച്ചയക്കുകയാണ്. കാർമേഘങ്ങൾക്ക് കുന്നുകളോളം വലിപ്പമുണ്ട്. അവ കൂട്ടം കൂട്ടമായി ആകാശത്ത് പായുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശോകമുഖത സൃഷ്ടിക്കുന്നു. കാരിരുൾ മേഘപടലത്തിനുള്ളിലെ സ്വർണ മിന്നൽ പിണർ നീ കണ്ടുവോ? രാവണന്റെ കൈകൾക്കുള്ളിൽ അകപ്പെട്ട സീതയെ പോലെ. സമൃദ്ധമായി വളർന്ന പച്ചപ്പുല്ല് ഭൂമിദേവിക്ക് ഒരു പുത്തനുടയാട നൽകിയിരിക്കുന്നു. വിവിധ ഇനം പുഷ്പങ്ങളും തത്തിക്കളിക്കുന്ന പക്ഷികളും ആ ഉടയാടയിൽ സുന്ദരമായ ചിത്രങ്ങളായി മാറിയിരിക്കുന്നു. തേനീച്ചകളുടെ മൂളലും തവളകളുടെ കരച്ചിലും ഇടിയുടെ മുഴക്കവും മഴത്തുള്ളി കിലുക്കവും എല്ലാം കൂടി ഒരു വാദ്യവൃന്ദ പ്രതീതി ഉളവാക്കുന്നു. സുഗ്രീവൻ ഈ വർഷഋതു അങ്ങേയറ്റം ആസ്വദിക്കുന്നുണ്ടാവണം. അയാളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞുവല്ലോ. പക്ഷേ സീതയില്ലാത്ത ഞാൻ നദിയുടെ ശീഘ്രമായ ഒഴുക്കിനാൽ കാർന്നു തിന്നപ്പെടുന്ന കരയെ പോലെ അത്രേ. ഇത്തരം സന്ദർഭങ്ങളിൽ രാമനെ ആശ്വസിപ്പിക്കുവാനായി ലക്ഷ്മണൻ പറയും, ദുഃഖിതരായ മനുഷ്യർ ഒരിക്കലും ലക്ഷ്യപ്രാപ്തി അടയുകയില്ല എന്ന്. എന്നിരിക്കലും കാർമേഘം മൂടിയ ആകാശവും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വനങ്ങളെ പുഷ്ടിപ്പെടുത്തിയപ്പോൾ
രാമനിൽ സീതയെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ ആഴം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സാമ്രാജ്യം വീണ്ടെടുത്തു കൊടുത്തുകൊണ്ട് പ്രത്യുപകാരാർത്ഥം സീതയെ കണ്ടുപിടിക്കുക എന്ന കർത്തവ്യത്തിൽ നിന്ന് സുഗ്രീവൻ ഒരിക്കലും ഒഴിഞ്ഞു മാറുകയില്ലെന്ന് രാമൻ ദൃഢമായി വിശ്വസിച്ചു. പക്ഷേ വർഷ ഋതു മാറി തെളിഞ്ഞ നീലാകാശം പ്രത്യക്ഷപ്പെട്ടിട്ടും സുഗ്രീവൻ വന്നെത്തിയില്ല. ലക്ഷ്യപ്രാപ്തി നേടി നിതാന്ത ഭയത്തിൽ നിന്ന് മോചനവും നേടിയ സുഗ്രീവൻ തൻ്റെ പത്നി രുമയോടും പുതുതായി സമ്പാദിച്ച താരയോടും മറ്റനേകം വാനര സുന്ദരിമാരോടുമൊപ്പം ജീവിതം ആസ്വദിക്കുകയായിരുന്നു. ഇക്കാരണത്താൽ ഭരണപരിപാലനത്തിൽ കൂടി ഉദാസീനത വെച്ചു പുലർത്തിയിരുന്നു. സുഗ്രീവൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമയായി തൻ്റെ കടമകൾ മറന്നു പ്രവർത്തിക്കുന്നത് കണ്ട ഹനുമാൻ അദ്ദേഹത്തെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു: അങ്ങ് രാമന് ചെയ്തു കൊടുത്ത സത്യത്തെക്കുറിച്ച് ഓർക്കുക. എത്രയും പെട്ടെന്ന് ആ കടം തീർക്കുക. സ്നേഹിതനോടുള്ള ബഹുമാനം കാരണമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് വന്ന് താങ്കളെ ഓർമ്മപ്പെടുത്താത്തത്. പക്ഷേ അങ്ങ് എപ്പോഴും ഓർക്കണം, രാമൻ്റെ അനുഗ്രഹത്താലാണങ്ങ് ഇന്ന് ഇത്രയും ക്ഷേമം അനുഭവിക്കുന്നതെന്ന സത്യം. താങ്കളുടെ അധീനതയിലുള്ള എല്ലാ വാനരങ്ങളെയും വിളിച്ചുകൂട്ടി സീതാന്വേഷണത്തിനായിക്കൊണ്ട് എല്ലാ ദിശകളിലും അയക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. ഹനുമാന്റെ പ്രസംഗം സുഗ്രീവനെ തികച്ചും ബോധവാനാക്കി. നീലനെ ആളയച്ചു വരുത്തി അദ്ദേഹം ആജ്ഞാപിച്ചു: എൻ്റെ ഈ പ്രഖ്യാപനം എല്ലാ വാനര യോദ്ധാക്കളെയും അറിയിക്കുക. 15 ദിനരാത്രങ്ങൾക്കുള്ളിൽ അവർ ജോലിക്ക് ഹാജരായില്ല എന്ന് വരികിൽ ഉറപ്പായും മരണശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക. ഈ ആജ്ഞ നൽകിയ ശേഷം സുഗ്രീവൻ വീണ്ടും അന്തഃപുരത്തിലേക്കു തന്നെ മടങ്ങി. അതേസമയം സീതാവിരഹത്താൽ രാമന് സുന്ദരമായ ശരത്കാലം കൊടും ശിക്ഷയാണ് നൽകിയത്. സുഗ്രീവൻ കാമലീലകളിൽ സ്വയം മറന്ന് ആറാടുകയാണെന്ന അറിവ് രാമനെ കൂടുതൽ വിഷാദവാനാക്കി തീർത്തു. രാമന്റെ വിഷാദഭാവം ലക്ഷ്മണനെയും കുറേയേറെ ബാധിച്ചുവെങ്കിലും രാമനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ലക്ഷ്മണൻ പരീക്ഷിച്ചിരുന്നു. ഒരു നാൾ രാമൻ പറഞ്ഞു: ശരത്കാലത്തിൻ്റെ വരവോടെ ഭൂമി ഉറച്ചതും ഈർപ്പരഹിതവും ആയിരിക്കുന്നു. അന്തരീക്ഷം വേഗതയുള്ളതും കുളിർവാഹിയുമായ ഇളം കാറ്റിനാൽ ത്രസിക്കുന്നു. യുദ്ധത്തിന് യാത്ര തുടങ്ങിയവൻ ഏറ്റവും ഉത്തമമായ സമയം ഇതത്രേ. പക്ഷേ സുഗ്രീവനെ എങ്ങും കാണുവാനില്ല. കർത്തവ്യ നിർവഹണം പാടെ മറന്ന് അനേകം തരുണികളുടെ മധ്യത്തിൽ കാമാന്ധനായി ജീവിക്കുകയാണ് അയാൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലയോ ലക്ഷ്മണ, നീ കിഷ്കിന്ധയിലേക്ക് പോയി സുഗ്രീവനെ വേണ്ടവണ്ണം ശാസിക്കണം. ഞാൻ പറഞ്ഞതായി അവനെ അറിയിക്കുക. അല്ലയോ വാനര രാജാവേ, അങ്ങേപോലെ പ്രവർത്തിക്കുന്ന ഒരാൾ കേവലം നീചന്മാരിൽ നീചനത്രേ. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ വധിച്ച എന്നെ ഒഴിവാക്കുവാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യമുണ്ടായി? സീതയെ കണ്ടുപിടിക്കുവാൻ സഹായിക്കാമെന്ന് എനിക്ക് ചെയ്തു തന്ന സത്യം ഇനിയും അവഗണിക്കുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായും കിഷ്കിന്ധയിൽ പ്രവേശിച്ച് നിങ്ങളെയും സർവ്വബന്ധുക്കളെയും കാലപുരിക്ക് അയക്കുമെന്ന് മുന്നറിയിപ്പ് തരുന്നു. രാമന്റെ ഉഗ്രകോപം കണ്ട ലക്ഷ്മണനും വികാര വിക്ഷോഭത്തിനടിമപ്പെട്ടുപോയി. ധനുസും മറ്റുമെടുത്ത് യാത്രയ്ക്കൊരുങ്ങുന്ന വേളയിൽ ലക്ഷ്മണൻ അറിയിച്ചു: ദുർഗുണനായ സുഗ്രീവൻ ഉടനടി അങ്ങയുടെ ആജ്ഞ പ്രാവർത്തികമാക്കുന്നില്ല എന്നു കണ്ടാൽ തീർച്ചയായും ഞാൻ ആ തെമ്മാടിയെ ഇന്നു തന്നെ കൊല്ലും. ഇത്രയും ഉരിയാടിയിട്ട് യാത്രയായ ലക്ഷ്മണന്റെ കോപം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനായി രാമൻ ഇപ്രകാരം ഉപദേശിച്ചു: തുടക്കത്തിൽ സമാധാനപരമായി മാത്രം സംസാരിക്കുക. എനിക്കുറപ്പുണ്ട് അവൻ്റെ നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടുവാൻ മറ്റൊന്നും ആവശ്യമായി വരില്ല എന്ന്. അനന്തരം വർദ്ധിച്ച രൗദ്രഭാവത്തിൽ ലക്ഷ്മണൻ കിഷ്കിന്ധയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അതിബൃഹത്തായ ഒരു ഗുഹയ്ക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ട മനോഹര നഗരമായിരുന്നു കിഷ്കിന്ധ. ഒരു മദയാനയെപ്പോലെ കോപിഷ്ഠനായി സുഗ്രീവൻ പാർക്കുന്ന കൊട്ടാരത്തിനെ ലക്ഷ്യം വെച്ച് നടക്കവേ ലക്ഷ്മണൻ തൻ്റെ വഴിയിൽ തടസ്സമായി നിന്ന വൻ വൃക്ഷങ്ങളെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ടായിരുന്നു തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചത്. കൊട്ടാരത്തിൻ്റെ പ്രവേശനദ്വാരം കാത്തുരക്ഷിച്ചിരുന്ന ഭയങ്കരന്മാരായ മർക്കടന്മാർ കോപം കൊണ്ടു വിറയ്ക്കുന്ന ചുണ്ടുകളുമായി ലക്ഷ്മണൻ വരുന്നത് കണ്ടപ്പോൾ വൻമരങ്ങളെ വേരോടെ പിഴുതെടുക്കുകയും വലിപ്പമേറിയ പർവ്വത ശിഖരങ്ങളെ പറിച്ചെടുക്കുകയും ചെയ്തു. വാനരന്മാർ
ആയുധധാരികളാകുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണൻ അത്രത്തോളം അക്രമാസക്തനാവുകയും തന്മൂലം വാനരങ്ങൾ നാലുപാടും ചിന്നിച്ചിതറി ഓടിയൊളിക്കുകയും ചെയ്തു. ലക്ഷ്മണൻ ഉഗ്രകോപിയായി ആഗതനായിരിക്കുന്ന വിവരം മന്ത്രിമാർ പാഞ്ഞു ചെന്ന് രാജാവായ സുഗ്രീവനെ അറിയിച്ചു. പക്ഷേ താരയോടൊപ്പം കാമപരവശനായി സ്വയം മറന്ന് സുഖലോലുപനായിരുന്ന അവസ്ഥയിൽ സുഗ്രീവൻ ആ വാർത്തയ്ക്ക് വേണ്ട ഗൗരവം കൊടുത്തില്ല. തത്സമയം മന്ത്രിമാർ വാനര യോദ്ധാക്കളോട് ആയുധം ധരിച്ച് യുദ്ധത്തിനൊരുങ്ങുവാൻ ആഹ്വാനം ചെയ്തു. ഇതു കണ്ട് അത്യധികം കോപിഷ്ഠനായ ലക്ഷ്മണൻ അന്നേരം കണ്ടുമുട്ടിയ അംഗദനോട് തൻ്റെ ആഗമന വാർത്ത സുഗ്രീവനെ അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അംഗദൻ അന്തഃപുരത്തിൽ പ്രവേശിച്ച് സുഗ്രീവന്റെ കാൽ തൊട്ട് വന്ദിച്ച് ലക്ഷ്മണ സാന്നിധ്യത്തെക്കുറിച്ച് അറിയിച്ചു. മദ്യപിച്ച് മയങ്ങുകയായിരുന്ന സുഗ്രീവൻ അംഗദന്റെ വാക്കുകൾ ശ്രവിച്ചതേയില്ല. ലക്ഷ്മണനോടുള്ള ഭയം കാരണം ഓടിവന്ന അനേകമനേകം വാനരന്മാർ സുഗ്രീവന്റെ ശയ്യയ്ക്ക് ചുറ്റും കൂടിനിന്ന് കോലാഹലമുണ്ടാക്കിയപ്പോഴാണ് സുഗ്രീവന് അല്പമെങ്കിലും ബോധമുണ്ടായത്. സുഗ്രീവൻ തൻ്റെ രക്തവർണ്ണമാർന്ന കണ്ണുകൾ തുറക്കവേ മന്ത്രിമാർ പരിഭ്രമത്തോടെ ഉപദേശിച്ചു. കൊട്ടാര കവാടത്തിൽ രൗദ്രഭാവം പൂണ്ട് നിൽക്കുന്ന ലക്ഷ്മണനെ കൂപ്പുകൈകളോടെ സ്വാഗതം ചെയ്ത് വിനയാന്വിതനായി സമാധാനപ്പെടുത്തുക. സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സുഗ്രീവൻ ചാടി എഴുന്നേറ്റു. എങ്കിലും ലക്ഷ്മണന്റെ ഉഗ്രകോപത്തിന് ഹേതു എന്താണെന്ന് അയാൾക്കപ്പോഴും മനസ്സിലായില്ല. ഹനുമാന് വീണ്ടും അത് ഓർമ്മിപ്പിക്കേണ്ടതായി വന്നു. അല്ലയോ രാജാവേ, ഇന്ദ്രിയ സുഖങ്ങളിൽ ആമഗ്നനായിരുന്നതിനാൽ കാലം കടന്നുപോയത് അങ്ങ് അറിഞ്ഞതേയില്ല. ശരത്കാലം ആഗതമായിട്ടെത്രയോ നാൾ കഴിഞ്ഞു. എന്നിട്ടും അങ്ങ് സീതയെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ചെയ്ത സത്യം ഓർക്കുക പോലും ചെയ്തില്ല. അങ്ങയുടെ കർത്തവ്യം ഓർമ്മിപ്പിക്കുവാനാണ് ലക്ഷ്മണൻ വന്നിരിക്കുന്നത്. താണുവണങ്ങി അങ്ങയുടെ വിധേയത്വം പ്രകടിപ്പിച്ച് എങ്ങനെയെങ്കിലും ലക്ഷ്മണനെ ശാന്തനാക്കുക. ലക്ഷ്മണനെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുവാൻ സുഗ്രീവൻ അംഗദനോട് പറഞ്ഞു. ലക്ഷ്മണനെതിരായി ആയുധമെടുത്ത മർക്കടങ്ങളെല്ലാവരും അപ്പോൾ കൂപ്പുകൈകളോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നു. അന്തഃപുരത്തിലെത്തിയ ലക്ഷ്മണന്റെ കർണപുടങ്ങളിൽ അങ്കനമാരുടെ മധുരഗാനവും വാദ്യഘോഷങ്ങളും അവരണിഞ്ഞിരുന്ന ആഭരണങ്ങളുടെ കിലുക്കവും പതിഞ്ഞു. അന്യപുരുഷന്മാരുടെ ഭാര്യമാരുടെ സംസർഗം വർജിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന ലക്ഷ്മണൻ അന്തഃപുരത്തിനുള്ളിലെ തരുണീമണികളെ കണ്ടപ്പോൾ ലജ്ജിച്ചു പോയി. വാതിൽക്കൽ തന്നെ നിലകൊള്ളേണ്ടി വന്നുവെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ തൻ്റെ വില്ലിൽ നിന്ന് എല്ലാ ദിക്കുകളിലേക്കും ഞാണുലി മുഴക്കി. ഈ ഘോരനിനാദം കേട്ട സുഗ്രീവൻ ഞടുങ്ങിപ്പോയി. അയാൾ താരയോട് പറഞ്ഞു, ലക്ഷ്മണൻ എന്തിനാണ് ഇത്രയേറെ കോപാലുവായിരിക്കുന്നതെന്ന് എനിക്ക് ഗ്രഹിക്കുവാനാകുന്നില്ല. ഏതിനും നീ ആദ്യം പോയി ലക്ഷ്മണനെ കാണുക. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ കോപം തണുപ്പിക്കുവാൻ നിനക്കാകും. താര ലക്ഷ്മണന്റെ സമീപം ചെന്നപ്പോൾ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മര്യാദ പാലിച്ച അദ്ദേഹം കോപഭാവം വെടിഞ്ഞ് ആദരപൂർവം താരയുടെ പാദങ്ങളിൽ നോക്കി നിലകൊണ്ടു. താര ചോദിച്ചു, പ്രിയ രാജകുമാര, അങ്ങ് എന്താണ് സുഗ്രീവനോട് ഇത്രയധികം കോപം കാണിക്കുന്നത്? ലക്ഷ്മണൻ ചുരുങ്ങിയ പക്ഷേ മൂർച്ചയുള്ള പദങ്ങളാൽ മറുപടി പറഞ്ഞു. നിന്റെ ഭർത്താവ് അന്തഃപുരത്തിൽ ഭാര്യമാരോടൊപ്പം കാമകേളികളാടുന്നതിൽ മാത്രമാണ് താല്പര്യം കാണിക്കുന്നത്. രാമനെ സഹായിക്കുവാൻ ബാധ്യസ്ഥനാണെന്ന വസ്തുത അയാൾ തീരെയും സ്മരിക്കുന്നില്ല. താര യാചിച്ചു, താങ്കൾ സുഗ്രീവന് മാപ്പ് നൽകണം. കാരണം കാമതൃഷ്ണ അദ്ദേഹത്തിൻ്റെ സൽബുദ്ധി നശിപ്പിച്ചിരിക്കുന്നു. പേരുകേട്ട മുനിവര്യന്മാർ കൂടിയും ചിലപ്പോഴൊക്കെ ഇന്ദ്രിയ സുഖങ്ങൾക്കായി ആർത്തി കാട്ടാറുണ്ടെന്ന് നാം കേട്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ ചപല പ്രകൃതിയായ ഒരു വാനര രാജാവിനെക്കുറിച്ച് എന്തു പറയുവാനാണ്? എങ്കിലും സുഗ്രീവൻ രാമനോടുള്ള കടമ മറന്നുവെന്ന് അങ്ങ് ചിന്തിക്കരുത്. അദ്ദേഹം ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് വാനരങ്ങളെ സമ്മേളിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അവരെല്ലാം സീതാന്വേഷണത്തിന് അയക്കപ്പെടുന്നതാണ്. അങ്ങിപ്പോൾ അന്തഃപുരത്തിനുള്ളിലേക്ക് വന്ന് സുഗ്രീവനോട് സംസാരിച്ചാലും. അതിൻ പ്രകാരം അകത്തുകടന്ന ലക്ഷ്മണൻ അവിടെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഐശ്വര്യവും അസംഖ്യം യുവവാനര സുന്ദരിമാരെയും കണ്ട നേരം വീണ്ടും രൗദ്രഭാവം കൈക്കൊണ്ടു. മഞ്ചത്തിൽ രുമയെ ഗാഠമായി പുണർന്നുകൊണ്ടിരുന്ന സുഗ്രീവൻ ലക്ഷ്മണനെ കണ്ടതും അല്പം ലജ്ജിതനായി. എങ്കിലും കൂപ്പുകൈകളോടെ വേഗം എഴുന്നേറ്റ് നിന്നു.
അതുകണ്ട മറ്റ് വാനരനാരികളും ലക്ഷ്മണനെ വണങ്ങി നിന്നു. കഠിനമായ രോഷത്തോടെ ലക്ഷ്മണൻ സുഗ്രീവനെ വാക്കുകൾ കൊണ്ട് നന്നായി പ്രഹരിച്ചു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയ നീ ചതിയനായ മിത്രവും വെറുക്കപ്പെടേണ്ടവരുമാണ്. ആത്മാർത്ഥതയുള്ള മിത്രത്തിൻ്റെ സഹായം നേടുക, എന്നിട്ട് പ്രത്യുപകാരം ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള ഒരുവൻ അങ്ങേയറ്റം കഠിനഹൃദയനാകയാൽ അവന് അർഹമായ ശിക്ഷ മരണമാണ്. സംശയമേതുമില്ല. ഒരിക്കൽ ബ്രഹ്മാവ് തീർത്തും നീചമായ രീതിയിൽ നന്ദികേട് കാട്ടിയ ഒരാളെ കണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി: പശുഹത്യ ചെയ്തവനും മദ്യപാനിക്കും മോഷ്ടാവിനും വ്രതാനുഷ്ഠാനത്തിന് ഭംഗം വരുത്തുന്നവനുമെല്ലാം പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട്. പക്ഷേ നന്ദികേടിന് യാതൊരു പ്രായശ്ചിത്തവും ഇല്ല തന്നെ. ഞാനിതാ മുന്നറിയിപ്പ് നൽകുന്നു. ഈ നിമിഷം തന്നെ സീതാന്വേഷണത്തിനായിക്കൊണ്ട് രാമനെ സഹായിക്കുവാൻ നീ മുതിർന്നില്ലെങ്കിൽ യമരാജൻ്റെ രാജ്യത്തിൽ വസിക്കുന്ന നിന്റെ ജ്യേഷ്ഠൻ ബാലിയെ നീ ഇന്നേ ദിനം തന്നെ സന്ധിക്കുവാനിടയാകും. താര ഭർത്താവിനു വേണ്ടി വാദിച്ചു. അല്ലയോ ലക്ഷ്മണ, സുഗ്രീവൻ ചതിയനല്ല, കഠിന ഹൃദയനുമല്ല. രാമനോടുള്ള പ്രതിബദ്ധത അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു വീഴ്ച അമിതമായ കാമാസക്തി മാത്രമാണ്. മാത്രമല്ല, രാവണന്റെ സാമ്രാജ്യമായ ലങ്കയിൽ ലക്ഷക്കണക്കിന് രാക്ഷസന്മാരുണ്ടെന്ന് കേട്ടിരിക്കുന്നു. അവരെയെല്ലാം വധിക്കാതെ രാവണനെ വധിക്കുക അസാധ്യമായതിനാൽ ഭൂമിയുടെ സർവ്വമൂലകളിലുമുള്ള ലക്ഷക്കണക്കിന് വാനരന്മാരോട് ഇവിടേക്ക് വന്നു ചേരുവാൻ വിളംബരം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വന്നു ചേരുന്നതുവരെ രാമനെ കാണാനും സീതയെ തിരയാനും പോകാതെ കാത്തിരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. 15 ദിവസത്തെ സമയപരിധി സുഗ്രീവൻ വാനര യോദ്ധാക്കൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരെല്ലാവരും കിഷ്കിന്ധയിലേക്ക് പ്രവഹിച്ചു തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. വാനരങ്ങൾ മാത്രമല്ല, കരടികളും ഈ യജ്ഞത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇത്രയും ശ്രവിച്ചപ്പോൾ ലക്ഷ്മണന്റെ കോപം താനെ കെട്ടടങ്ങി. കഴുത്തിൽ അണിഞ്ഞിരുന്ന പുഷ്പഹാരം വലിച്ചെറിഞ്ഞ് സുഗ്രീവൻ ഉണർത്തിച്ചു. രാമൻ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് തക്കതായ പ്രത്യുപകാരം ചെയ്യുക എന്നാൽ അസാധ്യം. അദ്ദേഹം എൻ്റെ യജമാനനും പ്രഭുവുമാണ്. എവിടെയും അദ്ദേഹത്തെ പിന്തുടരുവാനും അദ്ദേഹത്തിൻ്റെ ഏതൊരാജ്ഞയും ശിരസാ വഹിക്കുവാനും ഞാൻ സദാ ഒരുക്കമാണ്. ഞാൻ ചെയ്തു പോയ അപരാധം ദയവു ചെയ്ത് പൊറുത്താലും. ലക്ഷ്മണൻ സൗമ്യമായ ശബ്ദത്തിൽ അനുയോജ്യമായ രീതിയിൽ പ്രതികരിച്ചു. എൻ്റെ കോപപ്രകൃതിയെ അങ്ങും പൊറുക്കണം. എത്രയും വേഗത്തിൽ അങ്ങ് വന്ന് രാമനെ സന്ധിക്കുകയാണിനി കരണീയമായതെന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ ആത്മാർത്ഥത ബോധ്യമാകുമ്പോൾ അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമുണ്ടാകും. അപ്പോൾ തന്നെ സുഗ്രീവൻ ഹനുമാന് ഉത്തരവ് നൽകി. ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുക. ഹിമാലയം, മഹേന്ദ്രഗിരി, മന്ദരപർവ്വതം, കൈലാസപർവ്വതം എന്നിവിടങ്ങളിലെ സർവ വാനര യോദ്ധാക്കളും ഉടനടി തന്നെ കിഷ്കിന്ധയിൽ വന്നെത്തണമെന്ന്. അലസതയും സുഖലോലുപതയും കാരണം ആരെങ്കിലും അമാന്തം വരുത്തിയാൽ മരണശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക എന്നും ഓർമ്മിപ്പിക്കുക. ഹനുമാൻ നിമിഷങ്ങൾക്കകം തന്നെ വാനര നായകന്മാരെ എല്ലാ ദിക്കുകളിലും വിന്യസിച്ചു. തൽഫലമായി 1 മണിക്കൂറിനുള്ളിൽ ലക്ഷോപലക്ഷം മർക്കടവീരന്മാർ കിഷ്കിന്ധയിലേക്ക് ഒഴുകിയെത്തി തുടങ്ങി. വീണ്ടും ലക്ഷ്മണൻ സുഗ്രീവനെ നിർബന്ധിച്ചു രാമനെ കാണാൻ പോകണമെന്ന്. അങ്ങനെ സുഗ്രീവനും ലക്ഷ്മണനും കൂടി ഒരു പല്ലക്കിൽ അനേകായിരം വാനരങ്ങളാൽ അകമ്പടി സേവിക്കപ്പെട്ട് രാമന്റെ വാസസ്ഥലത്തെത്തി. സുഗ്രീവനും ലക്ഷ്മണനും കൂപ്പുകൈകളോടെ രാമന്റെ സമീപം നിന്നു. വാനര സൈന്യത്തിന്റെ വലിപ്പം കണ്ട രാമന് സംതൃപ്തിയായി. രാമന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചു കിടന്ന് സുഗ്രീവൻ തൻ്റെ പരിപൂർണ സമർപ്പണഭാവം പ്രകടമാക്കി. കരുണാസാഗരമായ രാമൻ പരിഭവമൊന്നും മനസ്സിൽ കരുതാതെ സുഗ്രീവനെ എഴുന്നേൽപ്പിച്ച് ഗാഢാലിംഗനം ചെയ്തു. സുഗ്രീവന് ആസനം നൽകിയ ശേഷം രാമൻ സുഗ്രീവന് ആവശ്യം വേണ്ടിയിരുന്ന ഒരു ഉപദേശം നൽകി. ഒരു രാജാവ് ധർമ്മം, അർത്ഥം, കാമം ഇവ 3 വേർതിരിച്ചു കാണുകയും അവയ്ക്കായി ഒരു നിശ്ചിത സമയം വെവ്വേറെ മാറ്റിവയ്ക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവന് ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുവാൻ സാധിക്കും. വേദനിയമങ്ങൾ ലംഘിച്ച് അതിരുകവിഞ്ഞ വിഷയസുഖഭോഗവുമായി യാതൊരു വ്യവസ്ഥയുമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ
അവൻ അധപ്പതിച്ചു എന്ന് തീർത്തും വിശ്വസിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സുഗ്രീവ, അങ്ങെനിക്കു തന്ന വാഗ്ദാനപ്രകാരം സീതയെ തേടിപ്പോകുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. സുഗ്രീവൻ മറുപടി നൽകി. പ്രിയപ്പെട്ട രാമ, ഞാനും എൻ്റെ ഒപ്പമുള്ള ഈ എണ്ണമറ്റ വാനരന്മാരും അങ്ങയെ സഹായിക്കുവാൻ അത്യുത്സാഹത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സമാധാനമായിട്ടിരുന്നാലും. ഒരു വട്ടം കൂടി രാമൻ സുഗ്രീവനെ ആലിംഗനബദ്ധനാക്കി, സൗഹൃദം വീണ്ടും ഉറപ്പിക്കുന്നത് പോലെ. തദവസരത്തിൽ ഭീമാകൃതിയിലുള്ള ഒരു പൊടിപടലം ആകാശത്തെ ആകമാനം മൂടി. തദ്ഫലമായി സൂര്യൻ പോലും ആ പൊടിമറയ്ക്കുള്ളിലായി. പ്രകാശരഹിതനായി സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് കിഷ്കിന്ധ കേന്ദ്രമാക്കി പ്രവഹിച്ചുകൊണ്ടിരുന്ന വാനര സമൂഹങ്ങളായിരുന്നു അതിന് കാരണഭൂതർ. വാനര നായകന്മാർ അവരുടെ അനുചരന്മാരോടുകൂടി സുഗ്രീവന്റെ അരികിൽ വന്നു നിന്ന് തങ്ങൾ കൃത്യനിർവഹണത്തിന് ഒരുക്കമാണെന്ന് അറിയിച്ചു. വാനര സമൂഹത്തിൽ ഹനുമാന്റെ പിതാവായ കേസരി, താരയുടെ പിതാവായ സുഷേണൻ, രുമയുടെ പിതാവായ താരൻ, അശ്വിനി കുമാരന്മാരുടെ സുതന്മാരായ മൈന്ദൻ, ദ്വിവിധൻ എന്നിവരും കരടികളുടെ രാജാവായ ജാമ്പവാനും ഉണ്ടായിരുന്നു. ഇപ്രകാരം അവിടെയുള്ള പർവ്വത പ്രദേശങ്ങളും വനപ്രദേശങ്ങളും ഒട്ടാകെ മർക്കട വംശജരെ കൊണ്ട് മൂടപ്പെട്ടു. വിവിധ സമൂഹങ്ങളിലുള്ള വാനരപ്പടകളെ ചൂണ്ടിക്കാട്ടിയിട്ട് സുഗ്രീവൻ രാമനോട് പറഞ്ഞു, പ്രഭോ, ഈ വാനര യോദ്ധാക്കളേവരും അങ്ങയുടെ പടയാളികളാണ്. അവരോട് ഇഷ്ടാനുസരണം ആജ്ഞാപിക്കുകയേ വേണ്ടൂ. രാമൻ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ ദൗത്യം രാവണന്റെ രാജ്യം കണ്ടുപിടിച്ച് സീത ജീവനോടിരിക്കുന്നുണ്ടോ എന്ന് അറിയുകയാണ്. സുഗ്രീവ, ഇതിലേക്ക് ആവശ്യമായ അന്വേഷണ സംഘങ്ങൾ സംഘടിക്കുക. അനന്തരം സീതയെ കണ്ടെത്തിയതിനു ശേഷം ഞാൻ സന്ദർഭത്തിനനുയോജ്യമായ രീതിയിൽ വേറെ ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നതാണ്. ഈ നിർദ്ദേശമനുസരിച്ച് സുഗ്രീവൻ ആദ്യം വിന്ദൻ എന്നു പേരായ ഒരു വാനരസംഘ നേതാവിനോട് ഇങ്ങനെ പറഞ്ഞു, നീയും നിന്റെ കൂട്ടരും കൂടി 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും ഉൾപ്പെട്ട കിഴക്കുദേശം മുഴുവനും സീതയെ അന്വേഷിക്കണം. 1 മാസ കാലാവധി നിനക്ക് തരുന്നു. അതിനോടകം അന്വേഷണ ഫലം അറിയിച്ചിരിക്കണം. അത് താണ്ടിയാൽ രാജകൽപ്പന അനുസരിക്കാത്തതിനുള്ള ശിക്ഷയായി മരണം വിധിക്കും. അടുത്തതായി തെക്കുദേശങ്ങൾ തേടി നടക്കുവാൻ സുഗ്രീവൻ നിയോഗിച്ചത് ബാലിയുടെ പുത്രൻ അംഗദന്റെ നേതൃത്വത്തിൽ നീലൻ, ഹനുമാൻ, ജാമ്പവാൻ, മൈന്ദൻ, ദ്വിവിധൻ തുടങ്ങിയവരെയായിരുന്നു. ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി വർണ്ണിച്ചുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, സമുദ്രത്തിൻ്റെ കരയിൽ നിന്ന് 100 യോജന അകലെ ഒരു ദ്വീപുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ദ്വീപ് ആയിരിക്കണം രാവണന്റെ വാസസ്ഥലം എന്നാണ്. വീണ്ടും തെക്കോട്ട് പോയാൽ ഭോഗവതി എന്ന പട്ടണത്തിലെത്തും. അത് കടന്നാൽ എത്തുന്നത് ഈ ഭൂമണ്ഡലത്തിൻ്റെ തെക്കേ അതിർത്തിയായ യമരാജാവിൻ്റെ വാസസ്ഥലമാണ്. ജീവനുള്ളവർക്കൊന്നും പിതൃലോകത്തിൽ പ്രവേശിക്കാനാവില്ല. ആയതിനാൽ പിതൃലോകം വരെ മാത്രമേ നിങ്ങൾ അന്വേഷണം നടത്തേണ്ടതുള്ളൂ. സുഷേണനെയും അനുയായികളെയും സുഗ്രീവൻ പടിഞ്ഞാറേ ദേശങ്ങളിലേക്കാണ് നിയോഗിച്ചത്. നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വേളയിൽ സുഗ്രീവൻ പറഞ്ഞു, ലവണസാഗര മധ്യത്തിൽ നരകാസുരന്റെ പ്രാഗ്ജ്യോതിഷം എന്ന പട്ടണമാണ്. സൂര്യൻ അസ്തമിക്കുന്നിടമാണ് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർത്തി. അതിനുമപ്പുറം എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ യാത്ര അവിടെ അവസാനിപ്പിക്കുക. ഏറ്റവും ഒടുവിലായി ശതബലി വടക്കുദിക്കിലേക്ക് നിയോഗിക്കപ്പെട്ടു. അവനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സുഗ്രീവൻ നൽകി. സുഗ്രീവൻ വിസ്താരപൂർവം വർണ്ണിച്ചു. ആദ്യം നിങ്ങൾ മ്ലേച്ഛന്മാരുടെ ദേശത്തിലെത്തും. അത് താണ്ടിയാൽ ഹിമാലയ പർവ്വതങ്ങളിൽ എത്തിച്ചേരും. അവിടെ 100 യോജനയോളം വിജനഭൂമി കടന്നാൽ കൈലാസം കാണായി വരും. വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്താൽ ക്രൗഞ്ച പർവ്വതത്തിലും പിന്നെയും യാത്ര തുടർന്നാൽ ഉത്തര കുരുപ്രദേശത്തിലും എത്തിച്ചേരും. അതിനുമപ്പുറം ഉപ്പുജലം നിറഞ്ഞ വടക്കൻ സമുദ്രമുണ്ട്. അതിൻ്റെ തീരത്തെത്തിയാൽ അന്വേഷണം മതിയാക്കാവുന്നതാണ്. കാരണം ആ സമുദ്രം കടക്കുക എന്നത് തീർത്തും അസാധ്യം. സീതയെ കണ്ടുപിടിക്കുവാൻ ഏറ്റവും പ്രാപ്തൻ ഹനുമാനാണെന്ന് സുഗ്രീവൻ വിശ്വസിച്ചിരുന്നു. അതിനാൽ അദ്ദേഹം ഹനുമാനെ ഉത്സാഹപ്പെടുത്തുവാനായി ഇപ്രകാരം സംസാരിച്ചു. അല്ലയോ ഹനുമാൻ,
ബലവാന്മാരായ വാനര ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ അങ്ങ് അതുല്യനാകുന്നു. ഈ ഭൂമിയിൽ, ആകാശത്തിൽ, സ്വർഗത്തിൽ, പാതാളത്തിൽ എവിടെയും അങ്ങയെ തടയുന്നതിന് ശക്തിയുള്ളവരായി ആരും തന്നെയില്ല. അമാനുഷിക ശക്തിക്ക് പുറമേ ബുദ്ധിയും ധൈര്യവും പ്രശ്നപരിഹാര സാമർഥ്യവും വേണ്ടുവോളമുള്ള അങ്ങയിലാണ് സീതയെ കണ്ടെത്തുമെന്ന എൻ്റെ സർവപ്രതീക്ഷയും നിലനിൽക്കുന്നത്. ഇതു കേൾക്കാനിടയാവുകയും അപ്പോൾ തന്നെ ഹനുമാന്റെ ആത്മവിശ്വാസം ശ്രദ്ധിക്കുകയും ചെയ്ത രാമനും വിശ്വാസമായി ഹനുമാൻ തൻ്റെ പ്രാണപ്രേയസിയെ കണ്ടുപിടിക്കുമെന്ന്. അതിനാൽ സ്വന്തം മോതിരം വിരലിൽ നിന്ന് ഊരിയെടുത്ത് അദ്ദേഹം ഹനുമാന് നൽകി. എൻ്റെ നാമം ഈ മോതിരത്തിൻ്റെ ഉൾഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. സീതയെ കണ്ടുമുട്ടുമ്പോൾ ഈ മോതിരം അവൾക്ക് കൊടുക്കുക. മോതിരം അവൾ നിശ്ചയമായും തിരിച്ചറിയും. ആയതിനാൽ അങ്ങ് എൻ്റെ ദൂതനാണെന്ന് അവൾക്ക് വിശ്വാസമാവുകയും ചെയ്യും. പ്രിയപ്പെട്ട ഹനുമാൻ, എനിക്ക് വേണ്ടി താങ്കൾ ഈ വിലപ്പെട്ട ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഏറെ വിശ്വാസമുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.